ഡ്രൈവറില്ലാ ടാക്സികൾ ദുബായ് റോഡുകളിൽ സജ്ജമായി കഴിഞ്ഞു. ഒരു റൈഡ് പോയാലോ? ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ അരികിലാണ്. ഇന്നൊരു പ്രത്യേക തരം യാത്ര എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദുബായിൽ വന്നതിന് ശേഷം മെട്രോയിൽ യാത്ര ചെയ്തു, ബസ്സിൽ യാത്ര ചെയ്തു, ഒപ്പം തന്നെ അങ്ങനെ പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഒരു വെറൈറ്റിയാണ്. ഡ്രൈവർ ഇല്ലാത്ത ടാക്സിയിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫോണുകളിൽ അപ്പോളോ ഗോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഈ റൈഡ് ബുക്ക് ചെയ്യാൻ. അപ്പോളോ ഗോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ശേഷം നമ്മൾ ഓരോ റൈഡും എങ്ങനെയാണോ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻട്രി പോയിന്റും ഒപ്പം തന്നെ ഡ്രോപ്പ് ഓഫ് പോയിന്റും ഒക്കെ കൃത്യമായി അടിച്ചു കൊടുത്താൽ ഞൊടിയിടയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വാഹനം നമ്മളെ തേടിയെത്തും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റോബോ ടാക്സി വന്നിട്ടുണ്ട്. റോബോ ടാക്സിയിൽ ഒരു സഹായി ഉണ്ട്, പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ല. നമ്മുടെ അവസാന 4 നമ്പർ, മൊബൈൽ നമ്പറിന്റെ അവസാന 4 അക്കം പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് അകത്ത് കയറാൻ കഴിയുള്ളൂ. കണ്ടല്ലോ, ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ല, കാറ് മൂവ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി സെൻസറുകൾ ഉപയോഗിച്ച് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. ഇത് ഏതാണ്ട് ഒരു 100 ദിവസം ട്രയൽ ചെയ്ത ശേഷം കൃത്യമായി വർക്കാകും എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ്, മൈനർ ആക്സിഡൻസ് പോലും ഇല്ല എന്നുള്ളത് 100% ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണം പൂർത്തിയാക്കി റോബോ ടാക്സികൾ നിരത്തിലിറങ്ങിയത്. നമുക്ക് കാണാൻ കഴിയും, ആ സ്റ്റിയറിംഗിന്റെ മൂവ്മെന്റ് ഒക്കെ കൃത്യമായി കാണാൻ കഴിയും. ഒപ്പം തന്നെ മാപ്പ് ഉണ്ട്. നമ്മൾ ഈ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഹാൻഡ് റെസ്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് ഒരു സ്ലൈഡ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ സ്ലൈഡ് ചെയ്താൽ മാത്രമേ വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ. അതിനുശേഷം പിന്നീട് നമ്മൾ ഒരു കമാൻഡും കൊടുക്കേണ്ട, കൃത്യമായി ഓരോന്നും സെൻസർ ചെയ്ത് വാഹനം മുന്നോട്ട് പോകും, കാർ മുന്നോട്ട് പോകും. നമുക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട ഒന്നുമില്ല. കാരണം ഒരു ഡ്രൈവർ എങ്ങനെയാണോ സൂക്ഷ്മതയോടെ വാഹനം ഓടിക്കുന്നത്, അതിലും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും 100 കണക്കിന് ടാക്സികളാണ് ഇത്തരത്തിൽ ഈ റോബോ ടാക്സികൾ ഇവിടെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനി ഏതാണ്ട് ദുബായിയുടെ ആകെ ഈ മോട്ടോറുകളിൽ ഏതാണ്ട് 23% റോബോ ടാക്സികൾ അല്ലെങ്കിൽ ഡ്രൈവർലെസ് ടാക്സികളായി മാറും എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് മാറാൻ ഇനി വളരെ കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ദുബായിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒന്നാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഒരു ഇടതടവുമില്ലാതെ, ഒരാശങ്കയും ഇല്ലാതെയാണ് ഈ ഡ്രൈവിംഗ് മുന്നോട്ട് പോകുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ഒരു തരത്തിലും ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല. ടാക്സി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് 70 കിലോമീറ്റർ സ്പീഡിലാണ്. സ്ഥിരമായി 60-70 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ മുന്നോട്ട് പോകാറുണ്ട്. ഇനി മുന്നിൽ വാഹനം ഉണ്ടെങ്കിൽ അത് കൃത്യമായി സെൻസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കാറുണ്ട്, വളവൊക്കെ കൃത്യമായി തിരിയാറുണ്ട്. അങ്ങനെ എല്ലാം പക്ക ഒരു പ്രൊഫഷണൽ ഡ്രൈവർ എങ്ങനെയാണോ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായ നിയമങ്ങളൊക്കെയും പാലിച്ച് വാഹനം മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ സിഗ്നൽ റെഡ് ആണ്. ഇതുപോലെ സിഗ്നലുകളിൽ ഉണ്ടാകുന്ന മാറ്റം, റോഡുകളിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള മാറ്റം, അതിനൊക്കെയും അതേ പോയിന്റിൽ തന്നെ സെൻസ് ചെയ്ത് അതിനനുസരിച്ച് ഈ വാഹനം ഓടുന്നതിലും നിൽക്കുന്നതിലുമൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. അതിൻ്റെ വേഗതയിൽ മാറ്റം വരാറുണ്ട്. എന്തായാലും ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇതിലിങ്ങനെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. സെൻസേഴ്സ്, ക്യാമറ, ലിഡാർ, ഒപ്പം തന്നെ AI, ഇതിൻ്റെ ഒക്കെയും ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഈ റോബോ ടാക്സിയുടെ വർക്കിങ്ങിന് പിന്നിൽ.
നമ്മുടെ ഈ ഹാൻഡ് റെസ്റ്റിൽ തന്നെ നമുക്ക് ഈ വെഹിക്കിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഒപ്പം തന്നെ നമ്മുടെ ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്, ഒപ്പം നമ്മുടെ വാഹനത്തിന്റെ വേഗത അറിയാൻ കഴിയും, റൂട്ട് ഇനി എത്ര സമയമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ സെറ്റിങ്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ ഹാൻഡ് റെസ്റ്റിൽ തന്നെ 3 ഓപ്ഷനുകളിലായിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി റൈഡായിരുന്നു. ഒരു തരത്തിലും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒരു ഡ്രൈവർ എങ്ങനെയാണോ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ യാത്ര. ഒട്ടും പേടിയില്ലാതെ എൻ്റെ അടുത്തിരുന്ന ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.